ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? നമുക്കേ ഇന്ന് സോയാ ബോൾ കൊണ്ട് നല്ലൊരു അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു എന്താ പറയണ്ടേ, ഒരു പെരട്ടെന്ന് വേണമെങ്കിൽ പറയാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്കിത് കറി വയ്ക്കാറുണ്ട്. ഇത് നമുക്ക് കറിയായിട്ടല്ല, അല്ലാതെ നമുക്ക് ഒന്ന് വരട്ടിയെടുക്കാം എന്നാണ് പറയാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് സോയ എടുത്തിട്ടുണ്ട്. അത് കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് നേരം വച്ചതിന് ശേഷം അതിനെ ഒന്ന് തിളപ്പിച്ച് മാറ്റി വയ്ക്കണം. പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടാകുമ്പോൾ കടുക് പൊട്ടിച്ച് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇതിലേക്ക് ഇട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഒരു 4 സവാള, ഞാനിവിടെ 4 സവാള എടുത്തിട്ടുണ്ട്. 4 സവാള ചെറുതായിട്ട് നീളത്തിന് അരിഞ്ഞതുണ്ട്. അപ്പോൾ അതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പം നമ്മുടെ സവാള പെട്ടെന്നൊന്ന് ബ്രൗൺ കളറായിട്ട് കിട്ടും. നമ്മുടെ ഈ സവാള നന്നായിട്ട് ബ്രൗൺ കളറായി വരുന്ന ആ ഒരു രീതി, അതിൻ്റെ ഒരു ടേസ്റ്റാണ് ഈ സോയയുടെ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ സവാള വഴറ്റിയെടുക്കാൻ ശ്രമിക്കുക. നല്ല ബ്രൗൺ കളർ ആകുന്നത് വരെ വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക രുചിയായിരിക്കും നമ്മുടെ സോയയ്ക്ക്. അപ്പോൾ അതിന് ശേഷം നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഞാനിവിടെ ഒരു പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അല്പം മഞ്ഞൾപ്പൊടി കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ വേഗം കളർ മാറി നന്നായിട്ട് ചുമന്ന് വരും. അപ്പോൾ ഇങ്ങനെ ഈ ചുമന്ന് വന്നതിന് ശേഷം ഒരു സൈഡിലേക്ക് മാറ്റിയതിന് ശേഷം കുറച്ച് മല്ലിപ്പൊടി, ഒരല്പം മുളക് പൊടി, പിന്നെ പെരുംജീരക പൊടി, ഗരം മസാലപ്പൊടി ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ടേ. ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കണം. നന്നായിട്ടൊന്ന് എന്താ പറയുക, വഴറ്റിയെടുക്കണം. മല്ലിയുടെയും മുളകിൻ്റെയൊക്കെ ആ പച്ചമണം മാറിയതിന് ശേഷം ഒരു തക്കാളി, അരിഞ്ഞ് വെച്ച തക്കാളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തക്കാളി ഇത് നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. ഇതിന് ശേഷം നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന സോയ വേവിച്ച് നന്നായിട്ട് കഴുകി ഊറ്റിക്കളഞ്ഞ് അത് വെള്ളം എല്ലാം ഊറ്റിയതിന് ശേഷമാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. വെള്ളം ഒന്നും ചേർക്കാൻ പാടില്ല കേട്ടോ. ഒരല്പം ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ടേ. ഇത് നന്നായിട്ട് വരട്ടി എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഗരം മസാലപ്പൊടിയും എല്ലാം ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് നമുക്ക് ഞാനൊരു 2 ഏലക്ക ചതച്ചിടുന്നുണ്ട്. ഏലക്കയുടെ മണവും കൂടെ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ചോറിനൊപ്പം ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി കറിയാണ്. കറിയെന്നല്ല, ഒരു പെരട്ടാണെന്ന് തന്നെ പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ടാറ്റാ ബൈ ബൈ, സി യു.